നിങ്ങളുടെ കയ്യിൽ ഒരു 5-6 മിനിറ്റ് വെറുതെ കളയാനുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും നാളും നമ്മളെല്ലാം പറ്റിച്ച് തിന്നുകൊണ്ടിരുന്ന ഫസ്മീന സാക്കിറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഫസ്മീന സാക്കിർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ സ്വയം ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഫസ്മീന സാക്കിർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവായിട്ടുള്ള ലല്ലൂബിയുടെ കുൽസിതങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഈ ലല്ലൂബിയുടെ കുൽസിതങ്ങൾ കണ്ട് നാട്ടുകാർ ഈ പറയുന്ന ഫസ്മീന സാക്കിറിനെ അങ്ങോട്ട് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. അവസാനം ഫസ്മീന സാക്കിർ പറയുന്നത് മാത്രമല്ല, അതായത് ഫസ്മീന സാക്കിർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് ആളുകൾ മനസ്സിലായതോടുകൂടി ഫസ്മീന സാക്കിർ പതിയെ എന്ത് ചെയ്തു, ഈ പറയുന്ന സ്വന്തം ഭർത്താവായിരുന്ന ലല്ലൂബിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കുറച്ചു. അതിൻ്റെ ഇടയിലാണ് സ്വന്തം ഡയറിയിൽ താൻ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ എഴുതി വെച്ച് അത് നാട്ടുകാർ കാണാനിടയായത്. അതോടുകൂടി ഈ പറയുന്ന ഫസ്മീന സാക്കിർ തൻ്റെ റൂട്ട് അങ്ങോട്ട് മാറ്റി. ഇതിൻ്റെ ഇടയിൽ ഈ ലല്ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഭർത്താവിൻ്റെ കൂടെ പോയ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടീനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തു. അങ്ങനെ കുറേ ലക്ഷങ്ങൾ അതിലൂടെ ഉണ്ടാക്കി. ഇപ്പം ലാസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന ഫസ്മീന സാക്കിറും ഇത്രയും നാളും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സഫയും ഒന്നിച്ച് ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതായത് നിങ്ങളിപ്പോൾ ഫസ്മീന സാക്കിറിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ വീഡിയോസിൻ്റെ ഒരു കിടപ്പ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സഫ ഫസി ലല്ലു ഇഷ്യൂ പാർട്ട് 1 എന്നും പറഞ്ഞ് തുടങ്ങി 5 ലക്ഷം വ്യൂ ആണ് അതിന് കിട്ടിയത്. 36 മിനിറ്റ്. ഈ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്മീന സാക്കിറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീഡിയോസ് ഇല്ല. അതായത് അരമണിക്കൂർ, 1 മണിക്കൂർ, 3/4 മണിക്കൂർ ഇതെല്ലാം നമ്മളിരുന്ന് കണ്ട് അയ്യോ പാവം ഫസ്മീന, അയ്യോ എന്തൊക്കെ അനുഭവിച്ചു എന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നു പലരും. ഓക്കെ, അതിൻ്റെ അടിയിലെല്ലാം വന്നിട്ടുള്ള കമൻറ്റെല്ലാം പറഞ്ഞാൽ അയ്യോ നിങ്ങളെ സമ്മതിക്കണം, നിങ്ങളൊരു വലിയൊരാളാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമൻറ്റായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് സഫയും ഫസ്മീനയും തമ്മിലുള്ള ഇഷ്യൂ നടക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും ഈ വീഡിയോസ് എല്ലാം ഇപ്പോഴും ഫസ്മീന സാക്കിറിൻ്റെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം സംഭവം. ഇവരുടെ വീഡിയോസിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം കിടക്കുന്നത് ഇങ്ങനെയാണ്. സഫ ഇൻ്റർവ്യൂ കോൺട്രവേഴ്സി, സഫയുടെ കള്ളങ്ങൾ വീണ്ടും പൊട്ടിക്കുന്നു, സഫ ലല്ലു കള്ളം പൊട്ടിച്ചാലോ, സഫ സ്പൈക്കുട്ടനെ തല്ലി, എനിക്കും ചിലത് പറയാനുണ്ട് സഫ വിഷയത്തിൽ. അങ്ങനെ തുടങ്ങി സഫ കള്ളം പറയല്ലേ കുട്ട അങ്ങനെ പറഞ്ഞ് പിന്നെ ഈ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസറുടെ മുൻ ഭർത്താവായിട്ടുള്ള, അതായത് പിരിഞ്ഞല്ല, മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വിളിച്ച് വരുത്തി അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂർ 43 മിനിറ്റ് 27 മിനിറ്റ് അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ലക്ഷം വ്യൂസ്, 4.5 ലക്ഷം വ്യൂസ്, അങ്ങനെ ഒരു 3 പാർട്ട് അതിൻ്റെ ചെയ്തിട്ടുണ്ട്. സഫ ലല്ലു ഒരുമിച്ചായിരുന്നു ഇത്രയും നാൾ, കേസിൻ്റെ സത്യാവസ്ഥ, മെഹനാസിനെ സഫ പറ്റിച്ചു, സഫ ഉപദ്രവിച്ചു. അയ്യോ എൻ്റെ പൊന്നടാവേ, ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഈ പറയുന്ന ഫസ്മീന സാക്കിറിനെ എടുത്തിട്ട് നമ്മളിങ്ങനെ പൂജിക്കും. അയ്യോ മോൾ ഇത്രയെല്ലാം അനുഭവിച്ചാണല്ലോ, ഇതെല്ലാം വന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ ധൈര്യം വരുന്നു, ഞാൻ സഫേനെ വെറുതെ വിടരുത്. എന്നിട്ട് ഈ പറയുന്ന ഫസ്മീന ഇത് തന്നെയാണ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, സഫേനെ ഞാൻ വെറുതെ വിട്ടില്ല, സഫേനെ ഞാൻ അതാക്കും, സഫേനെ ഞാൻ എൻ്റെ പൊന്നോ. ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്നറിയാം? കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും, അതായത് ഈ പറയുന്ന സഫയും ഫസ്മീനയും, ഇവർ അടയും ചക്കരയായി. അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഘോരം ഇവരെക്കുറിച്ച് പരസ്പരം കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട 2 പേർ. ഈ സഫയും മോശമല്ല, സഫയും ഈ പറയുന്ന ഫസ്മീനയ്ക്കെതിരെ കുറേ ഇൻ്റർവ്യൂ കൊടുത്തു. അതായത് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഫസ്മീന പറഞ്ഞു സ്വന്തം ഭർത്താവായത് എൻ്റെ ഭർത്താവായിട്ടുള്ള ലല്ലൂബീൻ്റെ കൂടെ ഈ പറയുന്ന സഫ ഒളിച്ചോടി റൂമെടുത്തു താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫസ്മീന ഈ സൈഡിൽ നിന്നും വീഡിയോ ഇടുമ്പം മറ്റേ സൈഡിൽ നിന്ന് സഫ ഈ പറയുന്ന ഫസ്മീനയ്ക്കെതിരെ വീഡിയോയും ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പരസ്പരം ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരെ പറ്റിച്ചു തിന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പം എന്നിട്ട് 2 പേരും കൂടി അയ്യോ ഒരു പ്രശ്നവും നടക്കാത്ത രീതിയിൽ, അതായത് ഇത്രയും നാളും യാതൊരു പ്രശ്നവും ഇവരുടെ ഇടയിൽ ഇല്ല എന്നുള്ള രീതിയിൽ 2 പേരും തോളത്ത് കൈയിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. ഒരു ഉളുപ്പ്,
അല്പമെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യൂ. ഓക്കെ, അങ്ങനെ ഓക്കെ ശരിയാണ്. നിങ്ങൾ ചിലപ്പോൾ പറയും, വർഷങ്ങളോളം ഇങ്ങനെ ശത്രുക്കളായിട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഒരിക്കൽ പിണങ്ങിയെന്ന് വിചാരിച്ച്, അതായത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒരിക്കൽ അവൾ പോയെന്ന് വിചാരിച്ച് അവളുമായിട്ട് ഇങ്ങനെ പിണങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പലരും ചോദിക്കാം. അങ്ങനെ കമൻറ്റും കണ്ടു. ഓക്കെ, അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവർ ഒന്നിച്ചാലും പ്രശ്നമില്ല, ഇവർ വേറെ പിരിഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ നാട്ടുകാരെ ഇത്രയും നാളും പറ്റിച്ച്, ഇത്രയും വീഡിയോസ് ഇട്ട് നാട്ടുകാരെ പറ്റിച്ച്, സഫയ്ക്കെതിരെയും ഈ പറയുന്ന ഫസ്മീനക്കെതിരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വീഡിയോ ഇട്ട് പറ്റിച്ച്, ആ വീഡിയോസ് ഇപ്പോഴും ഇവരുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രൈവറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇവർ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു രസമുണ്ട്. നിങ്ങൾ നോക്കുക, ഈ ഒരു ലിസ്റ്റിൽ സഫേനെ കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ വീഡിയോ, ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഫസിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആ ടൈറ്റിലിൻ്റെ തമ്പനയിൽ എന്ന് പറയുന്നത് ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേര് തോളത്ത് കൈയിട്ടുകൊണ്ടിരിക്കുന്ന തമ്പനയിൽ. എങ്ങനെയുണ്ട്? എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ താഴേക്കുള്ള വീഡിയോസിൻ്റെ ആ വീഡിയോസ് ഒന്ന് പ്രൈവറ്റ് ആക്കിയോ അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യായിരുന്നു. അതുപോലും ചെയ്യാണ്ട്, അയ്യോ അത് ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാ, ഇനി എപ്പോഴെങ്കിലും ആളുകൾ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ഡോളർ കിട്ടൂലേ, അതുകൊണ്ട് അതുപോലും ഡിലീറ്റ് ചെയ്യാണ്ട് നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഓക്കെ, ശരിയാണ്. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ഉടക്കി നടക്കണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങളുടെ 1 മണിക്കൂറുള്ളതും അരമണിക്കൂറുള്ളതുമായിട്ടുള്ള വീഡിയോസ് കണ്ട ബാക്കിയുള്ളവർ പൊട്ടന്മാരായി, അതങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പാച്ചപ്പ് ആയി കഴിയുമ്പോൾ, നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പം ഇതിന് മുമ്പിട്ടിരിക്കുന്ന ആ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ആളുകളെ വീണ്ടും പറ്റിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കോമഡിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ. സഫയ്ക്കെതിരെ എന്തൊക്കെ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടന്നത്. ഈ ഒരു സംഭവം എല്ലാം ഇപ്പം നിൽക്കാനും ഇവർ ഒന്നിക്കാനുള്ള ഒറ്റ കാരണമുള്ളൂ, ആ ഒരു ഡയറി. ആ ഡയറിക്കകത്ത് ഈ പറയുന്ന ഫസ്മീന സാക്കിറിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫസ്മീന സാക്കിർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, സ്വയം എഴുതി പിടിപ്പിച്ചു. അത് നാട്ടുകാർ കണ്ടു. പിന്നെ മാത്രമല്ല, ഈ പറയുന്ന സഫയ്ക്ക് ഫസ്മീനേൻ്റെ ഉടായിപ്പും അറിയാം, ഈ പറയുന്ന ഫസ്മീനയ്ക്ക് സഫേൻ്റെ ഉടായിപ്പും അറിയാം. അപ്പോൾ ഇവർ തമ്മിൽ കൈ കൊടുത്തില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഭാവിയിൽ ചിലപ്പോൾ പലരും വീണ്ടും നാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും കൂടെ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ ഊശിയാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഓരോ വീഡിയോൻ്റെ അടിയിലും പോയി കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുകയും മറ്റേ ആളെ തെറി വിളിക്കുകയും ചെയ്ത നാട്ടുകാരായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ ഫാമിലി വ്ളോഗിലാണെങ്കിലും, ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാണെങ്കിലും, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡംപ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ളതെല്ലാം സത്യമാണ്, അയ്യോ ഇവരെന്തൊരു പാവമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ 1 മണിക്കൂറുള്ളതും അരമണിക്കൂറുള്ളതും വീഡിയോയും കണ്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് അവർക്ക് വേണ്ടി കരയാൻ വേണ്ടിയിട്ട് നിൽക്കാതിരിക്കുക. അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം ഡോളറിന് വേണ്ടി മാത്രമാണ്, അതായത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടി അവരെന്തും ചെയ്യും. അങ്ങനെയാണ് പരിപാടി. അതിപ്പം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, ഉദാഹരണത്തിന് മല്ലു ഫാമിലി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർ ഡിവോഴ്സാണെന്ന് പറയും. അതായത് യൂട്യൂബ് ചാനലിൽ വ്യൂസ് കുറയുന്ന സമയത്ത് ഡിവോഴ്സ് ആവുമെന്ന് പറയും, ഡിവോഴ്സ് ആണെന്ന് പറയും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് അയ്യോ നമ്മൾ ഓക്കെ ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും. ഇവരൊക്കെ എന്തിനു സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? എന്നിട്ട് സ്വയം വിളിക്കുന്ന പേര് ഇൻഫ്ലുവൻസേഴ്സ്. എങ്ങനെയുണ്ട് ഇൻഫ്ലുവൻസേഴ്സ്? ഇവരൊക്കെ എന്ത് ഇൻഫ്ലുവൻസേഴ്സാണ് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയും നാളും ഇവരുടെ വീഡിയോ കണ്ട് ഇവർക്ക് വേണ്ടി ജയ് വിളിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇവർ പൊട്ടന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്മീന സാക്കിർ, നിങ്ങൾ ഒന്നിക്കാതിരിക്കുക, എന്ത് വേണം ചെയ്തോ, പക്ഷേ നിങ്ങളുടെ ആ യൂട്യൂബ് ചാനലിലുള്ള ചീത്ത വിളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇല്ലേ, സഫയ്ക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോസ്, അതേപോലെ സഫ ഫസ്മീനക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോസ്, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറങ്ങാൻ പോവുകയോ അടിച്ചു പൊളിക്കുകയോ നാട്ടുകാരെ പറ്റിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്
പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.